ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്, മുഗലായി ബിരിയാണി. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. പണ്ടത്തെ രാജാക്കന്മാർക്കൊക്കെ തയ്യാറാക്കി കൊടുത്തിരുന്ന ബിരിയാണി ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് അണ്ടിപ്പരിപ്പ് വേണം, ഒരു 4-5 അണ്ടിപ്പരിപ്പ്, 4-5 ബദാം, പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം, അല്പം ഇടാം, ഒരു 1/4 കപ്പ് ഇടാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ, പിന്നെ ഒണിയൻ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തൈര് വേണം, പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ടും ബദാമും അണ്ടിപ്പരിപ്പും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ, പിന്നെ ഒരു അരമുറി നാരങ്ങനീരും, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ജാതി, തക്കോലം, കറുത്ത ഏലക്ക, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് ഇവയൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെയിലിട്ട് വെച്ചതാണ്. ഇതിലേക്ക് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. റൈസ് ഒരു 80% വെന്താൽ മതി. റൈസിൻ്റെ കറക്റ്റ് വേവ് എന്ന് പറഞ്ഞത് ഹൈ ഫ്ലെയിമിലിട്ട് 8 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അതാണ് അതിൻ്റെ കറക്റ്റ് 80% വേവ് വരുന്നത്. നല്ലോണം വെന്ത് പോകാൻ പാടില്ല. നമ്മൾ രണ്ടാമത് ദം ചെയ്യുന്നത് കൊണ്ട് 80% വേവിച്ചെടുത്താൽ മതി. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചിക്കൻ ഒരു ചീനച്ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊന്നും ചേർക്കാതെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്താൽ മതി. അല്പം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് അല്പം ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്.
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ദം ചെയ്യാനായിട്ട് അതേ ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യ് ചേർക്കാം. അല്പം മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇനി ഇതിനൽപ്പം പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇത് പല ഭാഗങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം നമുക്ക് കുങ്കുമപ്പൂവാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിലില്ലാത്തതിനാലാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്യാം. ഇനി മൈക്രോവേവ് ചെയ്യാനാണെങ്കിൽ 200 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 20 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പി കാണുന്നവരേക്കും ബൈ. താങ്ക് യു.